ചങ്ങനാശ്ശേരിയിൽ അതിമനോഹരമായ ഒരു ഗാർഡൻ. ഇവിടെ നമ്മുടെ മണാലി കുടുംബം, നമ്മുടെ കുഞ്ഞുഞ്ഞമ്മ അമ്മച്ചിയുടെ ഇവിടെ കുറച്ച് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അത് നമ്മുടെ SHലെ ഫാദർ ജോസഫ് നടുപറമ്പിൽ അച്ഛന് ആ വീട്ടുകാർ കൊടുക്കുകയും 85 ബാച്ച് SLC ആ സമയത്ത് പഠിച്ച സ്റ്റുഡൻസും കൂടി നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ ഗാർഡനാണ് ഈ കാണുന്നത്. എന്ത് മനോഹരമാണെന്ന് തോന്നി. ഇതുപോലെ പൊതുജനങ്ങൾ സഹകരിച്ചാൽ ഈ ചങ്ങനാശ്ശേരി നന്നാകത്തുള്ളൂ. രാഷ്ട്രീയക്കാരെ കൊണ്ട് ഇവിടെ നന്നാക്കാൻ നോക്കിയാൽ നന്നാകത്തില്ല. ഞാൻ 5 വിളക്ക് ചെയ്തെടുത്തതുപോലെ ഇതുപോലെ പൊതുജനങ്ങൾ ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ നാടിന് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. എന്തു പറയാനാ? അപ്പോൾ ഇവിടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഒരുപാട് പുറമ്പോക്ക് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഇവിടുത്തെ നാട്ടുകാരുടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. എൻ്റെ രാഷ്ട്രീയക്കാരെ, നിങ്ങൾ അത് കണ്ടുകെട്ടി അവിടെ ചെറിയ ചെറിയ പാർക്കുകൾ, ഇതുപോലുള്ള നല്ല ഗാർഡന് ഒക്കെ നിങ്ങൾ പണിതാൽ അവിടെ ആരും വേസ്റ്റ് ഇടത്തില്ല. ചങ്ങനാശ്ശേരി അതിമനോഹരമാകും. നിങ്ങളിത് ഈ ഒരൊറ്റ കാര്യം മാത്രം കണ്ടാൽ മതി. ഇത് മാത്രം കണ്ടിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇവിടെ വേണ്ട ഈ പട്ടത്തിമുക്കിന് കിടപ്പുണ്ട് സർക്കാരിൻ്റെ ഒരു 9 സെൻറ്റ് സ്ഥലം. അവിടെ ബസ് കയറാൻ പോലും ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ല. അതൊക്കെ നിങ്ങൾ കണ്ടുകെട്ടിയിട്ട് അതിൻ്റെ അകത്ത് കടമുറികളൊക്കെയാണ് സർക്കാരിൻ്റെ സ്ഥലത്ത്. അപ്പോൾ അതൊക്കെ കണ്ടുകെട്ടിയിട്ട് ഇതുപോലെ ആൾക്കാർക്ക് വന്ന് ബസ് കയറാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫൗണ്ടനും നല്ല ഗാർഡനും ഒക്കെ നിങ്ങൾ പണി. അതെന്താ നിങ്ങളതൊക്കെ ചെയ്യാത്തത്? ചങ്ങനാശ്ശേരി ഒരുപാട് പുറമ്പോക്ക് ഭൂമി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് വരിക. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിന് നേതൃത്വം വഹിച്ച നമ്മുടെ ജോസഫ് നടുപറമ്പിൽ അച്ഛനും ആ ബാച്ചിലുണ്ടായിരുന്ന സ്റ്റുഡൻസിനും 1000 നന്ദികൾ നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണാലിയിലെ കുടുംബം, അവരുടെ മകൻ അലക്സ് USA അപ്പോൾ നിങ്ങൾക്കെല്ലാം 1000 നന്ദി ഞങ്ങൾ നേർന്നുകൊള്ളുന്നു. ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടാകട്ടെ. അതിന് മുൻകൈ എടുക്കട്ടെ. ഓക്കേ.